അറ്റൻഡർ വന്ന് പറഞ്ഞു, സിന്ധു മാത്രം അകത്തേക്ക് വരിക, മറ്റുള്ളവരെ പിന്നെ വിളിക്കും. അവൾ അരുണിന്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവൻ പോകാൻ പറഞ്ഞു. അവൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. ഓഫീസർ സിദ്ധാർത്ഥ് ഫോണിൽ മെസ്സേജ് അയക്കുന്ന തിരക്കിനിടയിൽ അവളോട് ഇരിക്കാൻ പറഞ്ഞു. സിന്ധു എന്നാണ് പേര് അല്ലേ? അതെ സർ. മോളെ, നിന്റെ അമ്മയുടെ മുഖം നീ ശ്രദ്ധിച്ചോ? ആ മുഖത്ത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വലിയ ദുഃഖം. അതിന് കാരണം നീ മാത്രമാണ്. അച്ഛൻ്റെ മുഖത്തും നിനക്കത് കാണാൻ കഴിയും. പക്ഷേ പ്രണയം തലയ്ക്ക് പിടിച്ച നിന്റെ തലച്ചോറ് ഇതൊന്നും കാണാൻ കഴിയില്ല എന്ന് മാത്രം. സാറേ, എനിക്ക് പ്രായപൂർത്തിയായി. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ നന്നായി അറിയാം. പിന്നെ ഒരു കൗൺസിലിംഗ് ആണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ എനിക്കതിൽ താല്പര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്താൽ മതി. ശരിയാണ്, എൻ്റെ ജോലി ചെയ്യാം. പക്ഷേ അതിനു മുന്നേ ചെയ്യേണ്ട കാര്യം ഒരു ഓഫീസർ എന്ന നിലയ്ക്ക് എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ നിൻ്റെ മനസ്സിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ഒരു സുന്ദര ലോകം, അത് മാത്രമായിരിക്കും അല്ലേ? അവളൊരു പുച്ഛഭാവത്തോടെ അയാളെ നോക്കി. എന്നിട്ടൊരു ദേഷ്യസ്വരത്തിൽ പറഞ്ഞു, സർ, ഞാൻ വന്നത് വിവാഹം രജിസ്റ്റർ ചെയ്യാനാണ്, അല്ലാതെ നിങ്ങളുടെ ന്യായീകരണം കേൾക്കാനല്ല. ഓക്കെ, അതെനിക്ക് അറിയാം മോളെ. പക്ഷേ എൻ്റെ ഓഫീസർമാരെ പോലെ അല്ല എൻ്റെ രീതി. ഒരു കാര്യം കൂടി ഞാൻ പറയാം. നീ സ്നേഹിക്കുന്ന ചെറുക്കനോ നിനക്കോ നിലവിൽ ജോലിയില്ല. കയ്യിൽ എന്തെങ്കിലും ഇനി പൈസ ഉണ്ടോ? കുറച്ചെന്തെങ്കിലും ഉണ്ടാകും അല്ലേ? പിന്നെ ഒരു ജോലിയൊക്കെ ആയി വരുമ്പോൾ എല്ലാം ശരിയാകും അല്ലേ? സാറേ, എനിക്ക് പോയിട്ട് വേറെ ആവശ്യമുണ്ട്, ഒന്ന് വേഗം വേണം. ശരി, ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. സർവർ ഡൗൺ ആണ്. ആ സമയം വരെ നിങ്ങളിവിടെ ഇരുന്നേ മതിയാകൂ. പിന്നെ ഒരു കാര്യം കൂടി നീ കേട്ടോ. നിന്നെ സ്നേഹിക്കുന്ന അരുൺ, അതല്ലേ അവൻ്റെ പേര്? അവൻ ആരാണെന്ന് നിനക്കറിയുമോ? അറിയാം. പേര് അരുൺ, വിദ്യാഭ്യാസം ഡിഗ്രി. ഇപ്പോൾ നിലവിൽ ജോലിയൊന്നുമില്ല. എങ്കിലും അവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അമേരിക്കയിലാണ്. അവർ അവന് വേണ്ട പൈസ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ പണം എന്ന പ്രോബ്ലം അവിടെയില്ല. പിന്നെ എന്നെ നന്നായി നോക്കുമെന്ന് അരുൺ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഇനി സുഖവും ദുഃഖവും എല്ലാം ഒരുമിച്ച് നേരിടാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. സിന്ധു, ഞാനൊരു ചെറിയ കാര്യം പറയാം. നിന്നെ 18 വയസ്സ് വരെ വളരെ കഷ്ടപ്പെട്ടാണ് നിന്റെ മാതാപിതാക്കൾ നിന്നെ പോറ്റിയത്. അവർ വിശന്നാലും നീ കഴിക്കണമെന്ന ചിന്ത മാത്രമേ അവർക്കുള്ളൂ. നിന്റെ കാലിലൊരു മുള്ളു പോലും കൊണ്ടാൽ ആ മനസ്സ് കരയും. നീ അത് കാണാത്തത് കൊണ്ടാണ്. മക്കളെ പോറ്റുക എന്നത് ജനിപ്പിച്ചവരുടെ ഉത്തരവാദിത്തമാണ്. അതിൽ വലിയ കാര്യമൊന്നുമില്ല സാറേ. സെർവർ ഓപ്പൺ ആയോ എന്ന് നോക്ക്. ഇല്ല മോളെ, ഞാനൊരു ചെറിയ കഥ പറയാം. ഇപ്പോൾ താനൊരു കഥ കേൾക്കാനുള്ള മൂഡിലല്ല എന്നെനിക്കറിയാം. പക്ഷേ ഇവിടെ ഇപ്പോൾ സമയം പോകാൻ വേറെ വഴിയൊന്നുമില്ല. താനിരുന്നേ മതിയാകൂ. എന്താ, ഓക്കെ അല്ലേ? ആ ശരി, വേറെ വഴിയൊന്നുമില്ലല്ലോ. എൻ്റെ അമ്മയും നിന്നെപ്പോലെ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചതാണ്. സ്വന്തം അച്ഛനെയും അമ്മയെയും തനിച്ചാക്കി. ആദ്യത്തെ കുറച്ച് ദിവസം കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ അച്ഛൻ്റെ പെരുമാറ്റം മാറി തുടങ്ങി. പിന്നെ എന്നും അടിയും വഴക്കുമായി. നിവർത്തിയില്ലാതെ അമ്മ ഒരിക്കൽ രണ്ടും കൽപ്പിച്ച് സ്വന്തം വീട്ടിലേക്ക് പോയി. അവിടെ കണ്ട കാഴ്ച അമ്മയ്ക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. സ്വന്തം മകൾ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിയ ദുഃഖം സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ആ പാവങ്ങൾ വിഷം കഴിച്ചു മരിച്ചു. അമ്മയെ കണ്ടതും അമ്മയുടെ ബന്ധുക്കൾ അമ്മയെ ആട്ടി ഓടിച്ചു. നിന്നെ ഈ നാട്ടിൽ കണ്ടുപോകരുത് എന്ന് താക്കീതും ചെയ്തു. മനസ്സില്ലാ മനസ്സോടെ വീണ്ടും അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. അവിടുത്തെ കാഴ്ചകൾ അമ്മയ്ക്ക് സമ്മാനിച്ചത് അതിലും സങ്കടകരമായിരുന്നു. അച്ഛൻ മരിച്ചു കിടക്കുന്നു. ആരോ കൊന്നതാണ് എന്ന് ആരോ പറയുന്നത് കേട്ടു. പിന്നെ അമ്മയ്ക്ക് ഒന്നും ഓർമ്മയില്ല. അമ്മയ്ക്ക് ബോധം വരുമ്പോൾ അമ്മ ഒരു ആശുപത്രിയിലായിരുന്നു. അമ്മയുടെ ഒരു പരിചയക്കാരിയായിരുന്നു അവിടുത്തെ നേഴ്സ്. അവരാണ് പറഞ്ഞത് അമ്മ 3 മാസം ഗർഭിണിയാണെന്ന്. അന്ന് മുതലാണ് അമ്മയുടെ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായത്. അച്ഛൻ്റെ മരണം ആത്മഹത്യയായി ചിത്രീകരിച്ച് കേസുകൾ അവസാനിപ്പിച്ചു. അതിനമ്മയ്ക്ക് അവർ കുറച്ച് പണവും നൽകി. ശേഷം എൻ്റെ അമ്മ പല ജോലികളും മറ്റും ചെയ്താണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. ഞാൻ ഈ ജോലി തന്നെ ചെയ്യണമെന്ന് എൻ്റെ അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു. കാരണം ഒരു പെൺകുട്ടിയെങ്കിലും ചതിക്കപ്പെടാതിരിക്കാൻ. പിന്നെ ഒരു കാര്യം കൂടി നീ അറിഞ്ഞോ? നമ്മുടെ സ്വന്തം മാതാപിതാക്കളെ വിഷമിപ്പിച്ചുകൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതം സന്തോഷമാക്കാൻ നമുക്ക് കഴിയില്ല മോളെ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് പ്രകൃതി നിയമമാണ്. അയാൾ തൻ്റെ ഫോണിലേക്ക് വന്ന ആ മെസ്സേജുകൾ ഒന്ന് വായിച്ചു. പിന്നെ വീണ്ടും അവളോട് പറഞ്ഞു, എൻ്റെ ഫോണിൽ കിടക്കുന്ന ഈ 2 മെസ്സേജും ടൗൺ പോലീസ് ബിജോ എനിക്ക് അയച്ചു തന്നതാണ്. നിന്റെ അരുണിനെക്കുറിച്ച് അവൻ്റെ പേരിൽ നിലവിൽ ഒരുപാട് കേസുകളുണ്ട്. കഞ്ചാവ് കടത്തിയതും പിന്നെ ഒരു ബലാത്സംഗ കേസും, മോഷണം, പിടിച്ചുപറി, അടിപിടി, പെൺകുട്ടികളെ അന്യ സംസ്ഥാനത്തേക്ക് കയറ്റി അയക്കുന്നതും മറ്റും. അങ്ങനെ ഒരുപാട് കേസുകൾ അവൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലവിൽ അവനൊരു പിടികിട്ടാപ്പുള്ളി തന്നെയാണ്. ഒരുപാട് അടവുകൾ അവൻ പയറ്റിയാണ് പോലീസിനെ പറ്റിക്കുന്നത്. ഇന്നേതായാലും അവൻ ശരിക്കും പെട്ടു. പോലീസ് ഇപ്പോൾ ഇവിടെ എത്തും അവനെ കൊണ്ടുപോകാൻ.
പിന്നെ ഒരു കാര്യം കൂടി, നിന്നെപ്പോലെയുള്ളവരെ പറ്റിക്കാൻ അവനെപ്പോലെയുള്ളവർ സ്വീകരിക്കുന്ന ഒരു മാർഗമാണ് ലഹരി. അത് മധുരമുള്ള ഐസ്ക്രീമിലോ മിഠായിലോ ചോക്ലേറ്റിലോ കലർത്തി നിന്നെപ്പോലെയുള്ളവരെ അവൻ്റെ വലയിൽ വീഴ്ത്തും. അതിനുവേണ്ടി അവർ എന്ത് കള്ളക്കഥയും പറയും. പതിയെ നീ പോലും അറിയാതെ നീ ലഹരിക്ക് അടിമപ്പെടും. പിന്നെ അവൻ എന്തു പറഞ്ഞാലും നീ വിശ്വസിക്കും. കാലം മോശമാണ് കുട്ടി. നീ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. റീൽസുകൾ മാത്രം കാണാനുള്ളതല്ല മൊബൈൽ ഫോൺ. അതിലിടയ്ക്ക് ന്യൂസ് പേപ്പറും കൂടെ വായിക്കണം, അല്ലെങ്കിൽ ന്യൂസുകൾ കാണണം. എന്നാൽ മാത്രമേ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകൂ. ഞാൻ നേരത്തെ സെർവർ ഡൗൺ ആണെന്ന് പറഞ്ഞത് ഈ മെസ്സേജ് വരാൻ വേണ്ടിയാണ്. മോളെ, അവനെപ്പോലെയുള്ള ചെറ്റകളാണ് ഇന്നത്തെ ലോകം ഇങ്ങനെ നാശം പിടിക്കാൻ കാരണം. അവന് വേണ്ടത് മോളെ നിന്റെ ശരീരം മാത്രമാണ്. അവൻ്റെ ആവശ്യം കഴിഞ്ഞാൽ നിന്നെ എടുത്ത് കളയും, അല്ലെങ്കിൽ വിൽക്കും. നിനക്ക് വിവരവും വിദ്യാഭ്യാസവും ഉള്ളതല്ലേ? ഒരു നിമിഷം ചിന്തിച്ചു നോക്ക്. മുംബൈയിൽ ഒരു ചുവന്ന തെരുവുണ്ട്, നിനക്കറിയാമോ? അവിടെ എത്തിയ പല പെൺകുട്ടികളുടെയും ജീവിതം എടുത്ത് പരിശോധിച്ചാൽ കാണാം, അവരുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ കാണും. ചിന്തിക്കും മോളെ, നിനക്കിനിയും സമയമുണ്ട്. എല്ലാം കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സോറി സർ, ഞാൻ അവൻ്റെ സ്നേഹത്തിന് മുന്നിൽ വേറൊന്നും കണ്ടില്ല. അവൾ നേരെ ഡോറ് തുറന്ന് വന്ന് പിന്നെ അരുണിൻ്റെ മുഖത്ത് നോക്കി ഒരെണ്ണം കൊടുത്തു. ഇനി എന്നെ പറ്റിക്കരുത്. അപ്പോഴേക്കും പോലീസും എത്തി. അവൻ രക്ഷപ്പെടാൻ ഒരു പാഴ്ശ്രമം നടത്തി. അപ്പോഴേക്കും അവൻ്റെ കാലിൽ പോലീസിൻ്റെ ലാത്തി പതിഞ്ഞിരുന്നു. പിന്നെ അവൾ നേരെ അമ്മയുടെ നെഞ്ചിലേക്ക് വീണു. അമ്മേ, എന്നോട് ക്ഷമിക്കേ. ആ അമ്മയുടെ കൈകൾ വീണ്ടും അവളെ പൊതിഞ്ഞു. വാത്സല്യത്തോടെ ആ നെറുകയിലൊരു ചുടുചുംബനം നൽകി. വാമോളെ, നമുക്ക് പോകാം. കരഞ്ഞു കലങ്ങിയ അച്ഛൻ്റെ ശബ്ദം അവളെ വീണ്ടും കരയിപ്പിച്ചു. അവൾ പരിസരം മറന്ന് ആർത്തു കരഞ്ഞു. അപ്പോഴാണ് അവൾ ഞാൻ ബെഡ്റൂമിൽ കിടക്കുന്ന കാര്യം ഓർമ്മിച്ചത്. എന്താ മോളെ? അച്ഛൻ കഥകിൽ തട്ടി അവളോട് ചോദിച്ചു. ഒന്നുമില്ല അച്ഛാ, ഒരു സ്വപ്നം കണ്ടതാ. അതേ, നേരെ എപ്പോഴോ വെളുത്തു. വേഗം ഇങ്ങോട്ട് വന്നോട്ടോ. ഇപ്പോൾ ഒരാച്ചാ. അവൾ വേഗം മൊബൈൽ നോക്കി. സമയം രാവിലെ 8 മണിയായിരിക്കുന്നു. അതിൽ വന്ന മെസ്സേജ് നോക്കി. ഐ ലവ് യു സിന്ധു. വേണ്ട, ഒന്നും വേണ്ട. അവൾ ആ കോണ്ടാക്റ്റ് ബ്ലോക്ക് ചെയ്തു. പിന്നെ അവൾ ഒന്ന് ചിന്തിച്ചു. ഞാൻ കണ്ടത് സ്വപ്നം തന്നെയാണോ, അതോ എന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ദൈവം കാണിച്ചു തന്ന ഒരു സിനിമയാണോ ഇത്? അവൾക്ക് ചുണ്ടിലൊരു ചെറുപുഞ്ചിരി വിടർന്നു. താങ്ക്സ് മൈ ഗോഡ്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.